നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്നലെ മുതൽ ഇരിക്കപ്പുറതിയില്ല. എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായിക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ കോടിക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയതാണ് ട്രംപിന്റെ മനോനില ഇപ്പോൾ തെറ്റാൻ കാരണമായത്. ആദ്യം ട്രംപ് പറഞ്ഞത് ഒരാഴ്ച സമയം ഞാൻ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ നല്ല ആളുകളാണ്, അല്ലെങ്കിൽ കാണാമായിരുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഒരാഴ്ച സംസ്കാര ചടങ്ങുകൾക്ക് എല്ലാവർക്കും ഒത്തുകൂടാൻ സമയം കൊടുത്തു എന്ന്. ട്രംപ് സമയം കൊടുത്തില്ലെങ്കിൽ ട്രംപ് എന്തെങ്കിലുമൊക്കെ അവിടെ ചെയ്യുമായിരുന്നു, ഞങ്ങൾ നല്ല ആളുകളായതുകൊണ്ട് അത് ചെയ്തില്ല. പിന്നെ ട്രംപ് പറഞ്ഞത് ഒരു വെടിക്ക് തീർക്കാവുന്ന ഒരു സമയമാണിത്, എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട് എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. എന്തായാലും ഏറ്റവും അവസാനം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൃത്യമായി മനസ്സിലുള്ള കാര്യം അത് കൃത്യമായി പറഞ്ഞു. ഒരിക്കലും ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖംനായിക്ക് ഇത്ര വലിയ ജനപിന്തുണ ഇറാനിൽ ഉണ്ട് എന്ന് ഞാൻ കരുതിയിരുന്നില്ല. ആളുകൾക്ക് വെറുപ്പായിരിക്കും എന്നാണ് ഞാൻ കരുതിയത്. അതായത് ട്രംപിനെ അമേരിക്കക്കാർ കാണുന്നത് പോലെയാണ് ആയത്തുള്ള അലി ഖംനായിയെ ഇറാനികൾ കണ്ടിട്ടുണ്ടാവുക എന്നാണ് ട്രംപ് ചിന്തിച്ചത്. കൃത്യമായി ഉള്ള കാര്യം ഉള്ളതുപോലെ ഏറ്റവും അവസാനം ട്രംപ് പറഞ്ഞു. ആദ്യം ട്രംപ് വളച്ചൊടിച്ച് മനസ്സിലുള്ള ആ അസൂയയും കുരുട്ടും കുശുമ്പും ഒക്കെ പറഞ്ഞപ്പോൾ ഏറ്റവും അവസാനം സത്യമായി തന്നെ പറഞ്ഞു. കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. ട്രംപ് ഇന്നേക്ക് വെടിയായാൽ, അല്ലെങ്കിൽ വെടി തീർന്നാൽ, ട്രംപിന്റെ വെടി തീർന്നാൽ ഒരു പട്ടി പോലും അമേരിക്കയിൽ തിരിഞ്ഞു നോക്കാൻ കാണില്ല. പിന്നെ ചില ആളുകൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് അല്ലേ, ട്രംപ് അല്ലേ എന്നൊക്കെ പറഞ്ഞ് ട്രംപിന്റെ ഉറ്റ ചങ്ങാതിമാരും അതുപോലെ തന്നെ മൈ ഫ്രണ്ടും ഒക്കെ ചിലപ്പോൾ ചെന്നൊരു റീത്ത് വെച്ചേക്കാം. അതിലപ്പുറം നല്ല മനസ്സോടുകൂടി ആത്മാർത്ഥമായി ഇറാനികൾ കണ്ണീരൊഴുക്കി കരഞ്ഞുകൊണ്ട് അവസാനമായി ഒരു നോക്ക് കാണാൻ കോടിക്കണക്കിന് ആളുകൾ ഒത്തുകൂടിയതുപോലെയുള്ള ഒരു സംസ്കാര ചടങ്ങും ഒരു യാത്രയയപ്പും ഒന്നും ട്രംപ് പ്രതീക്ഷിക്കുന്നില്ല. അതുപോലെ ആകണം എല്ലാവരും, അല്ലെങ്കിൽ അതുപോലെയാണ് എല്ലാവരുടെയും അവസ്ഥ എന്നാണ് ട്രംപ് ചിന്തിച്ചത്. ട്രംപിനെ നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. പക്ഷേ ട്രംപിന്റെ ആ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി, ലോകത്തിന്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റി. 3000-ഓളം ആളുകൾ ഈ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും ചുരുങ്ങിയത് തിക്കിലും തിരക്കിലും പെട്ട് മരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇറാനിലെ ഇന്റലിജൻസ് റിപ്പോർട്ട്. ആ റിപ്പോർട്ടൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ, അല്ലെങ്കിൽ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയതിന്റെ ഭാഗമായി മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ എന്നാണ് ഇറാനികൾ ചിന്തിക്കുന്നത്. മരിച്ചാലും ഞങ്ങളുടെ പ്രിയ നേതാവിനെ യാത്രയയക്കാൻ ഞങ്ങൾ എത്തും. അങ്ങനെ ഉറച്ച ഒരു തീരുമാനമെടുത്ത് ആയത്തുള്ള അലി ഖംനായിക്ക് യാത്രയപ്പ് നൽകുന്നതിന് വേണ്ടി ഇപ്പോഴും ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുകയാണ്. ട്രംപിനെന്നല്ല, ചില ആളുകൾക്കൊക്കെ ഈ ഒരു യാത്രയപ്പ് കണ്ട്, ഇത്ര വലിയ ഒരു ജനക്കൂട്ടം കണ്ട് വലിയ കണ്ണുകടി ഉണ്ടായിട്ടുണ്ട്, അസൂയ ഉണ്ടായിട്ടുണ്ട്. ട്രംപിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഈ അസൂയപ്പെടുന്ന ആളുകളുടെ അവസ്ഥ നമുക്ക് നാളെ കാത്തിരുന്ന് കാണാം. എന്തായിരിക്കും അവരുടെ അവസ്ഥ? എത്ര ആളുകൾ ഇവർക്കൊക്കെ യാത്രയയപ്പ് നൽകാൻ വേണ്ടി എത്തുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം.